ലോകത്തെ ഏറ്റവും ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഈ ഗ്ലോബിൽ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞ സാറേ എവിടെ പറയും? എനിക്കിഷ്ടമുള്ളത് ഇവിടുത്തെയാണ്, എത്യോപ്യ. ഓക്കെ. എത്യോപ്യൻ ഫുഡ് ഇഞ്ചറ ദോറോവാത്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ദോശ പോലത്തെ ഒരു സാധനം, ഒരു പ്രത്യേകതരം കോഴിക്കറിയും ടേസ്റ്റിയാണ്. തിപ്സ് എന്ന് പറഞ്ഞിട്ട് ആട്ടിറച്ചിയോ ബീഫിൻ്റെ ഇറച്ചിയോ ഒക്കെ ഒരു പ്രത്യേക രീതിയിൽ ഫ്രൈ ചെയ്ത സാധനവും കിട്ടും. ഇത് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാധനം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനങ്ങൾ അതാണ്. എല്ലാവർക്കും ഹായ്. ഇന്നത്തെ വ്ളോഗ് ഒരു ഫുഡ് ട്രൈ ചെയ്യുന്നതാണ്. ഫുഡ് ഏതാണെന്ന് വെച്ചാൽ നമ്മുടെ സഞ്ചാരത്തിൽ എല്ലാവർക്കും അറിയാമെന്നുള്ളതുപോലെ സന്തോഷ് ജോസ് കുളങ്ങര അദ്ദേഹം ഒരു റേഡിയോ ഇൻ്റർവ്യൂവിൽ ഒരാൾ RJ ചോദിച്ചപ്പോൾ, അതായത് ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണം എവിടെ കിട്ടുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞൊരു ഫുഡുണ്ടായിരുന്നു, ഇഞ്ചറ ദറവാത്ത്. ഒരു എത്യോപ്യൻ ഡിഷാണ്. അപ്പോൾ ആ ഡിഷ് ട്രൈ ചെയ്യാനാണ് ഇന്ന് ഞാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് സ്റ്റാർട്ട്. അപ്പോൾ റെസ്റ്റോറൻറ്റിൻ്റെ അകത്ത് കയറിയൊക്കെയാണ്. ഇനി ഈ റെസ്റ്റോറൻറ്റിൻ്റെ അകത്തുള്ള വിഷ്വൽസ് നിങ്ങൾക്കിപ്പോൾ കാണുന്നതാണ്. ഇതാണ് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത്. അതായത് ദൊറവാത്ത് സിഗ്നി. ഇത് ചിക്കനാണ്. അപ്പോൾ ദൊറവാത്ത് എന്ന് പറഞ്ഞാൽ കറിയുടെ പേരാണ്. ഇഞ്ചറ എന്ന് പറഞ്ഞാൽ ഈ സാധനം. ഇതാണ് ഞാൻ ഓർഡർ ചെയ്യാൻ പോകുന്നത്. അപ്പം ഞാനും കാത്തിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഇഞ്ചറ ദൊറവാത്ത്. കാണാം, കോഴിക്കറിയും ദോശ പോലൊരു സംഭവം, പിന്നെ ഇതേപോലെ ഒരു മുട്ട പുഴുങ്ങിയത് വയ്ക്കും, കറിയിൽ സലാഡ്, ഇങ്ങനെയാണ് വരുന്നത്. അപ്പം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കുന്നതാണ്. നമ്മുടെ കോഴിക്കറി അത് തന്നെയാണ് സംഭവം. പിന്നെ ഇവരുടെ ടേസ്റ്റ് വ്യത്യാസം വരുന്ന ഇതിലാണ്. ഇതും നമ്മുടെ ദോശ പോലെ തന്നെ ടേസ്റ്റ് ഉണ്ട്. അത് നമ്മുടെ ദോശയും ചിക്കൻ കറിയും അത് തന്നെ വേണമെങ്കിൽ പറയാം. പക്ഷേ ഇവരുടെ കറിക്കൊരു വേറൊരു വ്യത്യസ്തത ഉണ്ട്. ഒരു മസാല, അതിലൊക്കെയാണ് ഇവരുടെ ഫുഡ് വ്യത്യസ്തപ്പെടുന്നത്. ഇഞ്ചറ ദറവാത്ത് ട്രൈ ചെയ്തു. ഇനി അദ്ദേഹം വേറൊരു സംഭവം കൂടെ പറഞ്ഞിട്ടായിരുന്നു, അതായത് ടിപ്സ്. ഈ ആട്ടിറച്ചി എന്തോ റോസ്റ്റ് ചെയ്തിട്ടുള്ള സംഭവമാണ്. അപ്പം അതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ ഇഞ്ചറ എന്ന് പറയുന്നത് ദോശ പോലെയെന്ന് ഞാൻ പറഞ്ഞല്ലോ. പക്ഷേ ദോശയും ഇഞ്ചറയും തമ്മിൽ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ ഇഞ്ചറയുടെ മാവുണ്ട്. നമ്മൾ ദോശ ഇടുമ്പോൾ മാവുണ്ടല്ലോ, ആ ഇഞ്ചറയുടെ മാവ് പുളിച്ച് വരാനായിട്ട് 2 ദിവസം എടുക്കും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അവരുടെ മെയിൻ ഡിഷാണ് അത്. ഏത് കറിയിലും എന്ത് ഉണ്ടെങ്കിലും ഈ ഇഞ്ചറയാണ് അവരുടെ മെയിൻ ഒരു ഡിഷായിട്ട് വരുന്നത്. അപ്പോൾ ഇനി ടിപ്സ് എന്താണെന്ന് നമുക്ക് കാണാം. അടുത്തത് ഇതാണ് ടിപ്സ്. താങ്ക് യു. ഇതാണ് ടിപ്സ്. കണ്ടോ, ആട്ടിറച്ചി വറുത്ത് ഇങ്ങനെ. ഇത് ഞാൻ പറഞ്ഞില്ലേ, 2 ദിവസം എടുക്കും പുളിക്കാൻ. ഇത് ആട്ടിറച്ചില്ല, ഇത് ബീഫാണ്. എന്തായാലും ട്രൈ ചെയ്തിട്ട് അഭിപ്രായം അറിയിക്കാം. നല്ല ടേസ്റ്റ് ഉണ്ട് സംഭവം. എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ, ഈ എത്യോപ്യൻ ഭക്ഷണവും നമ്മുടെ ഭക്ഷണവും ഓൾമോസ്റ്റ് ഒക്കെ സെയിം ആണ്. കറികളും ഇങ്ങനത്തെ വഴറ്റിയ ഭക്ഷണമൊക്കെയാണ് ഇവരും കഴിക്കുന്നത് എന്നെനിക്ക് മനസ്സിലായി. അപ്പം ഈ 2 സാധനവും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു. സോ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഫുഡൊക്കെ ട്രൈ ചെയ്തു. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടു. അടിപൊളി എന്ന് പറയാനില്ല, ആവറേജ്. നമ്മൾ കഴിക്കുന്ന ഫുഡ് പോലെയൊക്കെ തന്നെയാണ് ഇവരുടെ ഫുഡും. സോ ഇനി നമുക്ക് അടുത്ത വ്ളോഗിൽ കാണാം. അടുത്തതിനെ ഒന്നും പ്ലാൻ ചെയ്തിട്ടില്ല. എപ്പോഴും പറയുന്ന പോലെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. ബൈ.